നമസ്കാരം. ലോകത്തിലെ എല്ലാ പരമാധികാര രാഷ്ട്രങ്ങളും ഒരു വ്യക്തിയുടെ വ്യക്തിത്വവും ദേശീയതയും അംഗീകരിക്കുന്നത് പ്രധാനമായും പാസ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. രാജ്യങ്ങൾ പരസ്പരം ഈ രേഖയെ വിശ്വാസത്തോടെ അംഗീകരിക്കുകയും അതുവഴി അതിർത്തികൾ കടന്നുള്ള യാത്രകൾക്ക് അനുമതി നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പാസ്പോർട്ടിന്റെ യഥാർത്ഥ മൂല്യം അതിലെ പൗരത്വ വിവരത്തോടാണ് ചേർന്ന് നിൽക്കുന്നത്. പൗരത്വത്തെ രേഖയിൽ നിന്ന് അപ്രസക്തമാക്കുകയോ അതിന്റെ പ്രാധാന്യം കുറയ്ക്കുകയോ ചെയ്താൽ പാസ്പോർട്ട് അതിന്റെ അടിസ്ഥാന ലക്ഷ്യം നഷ്ടപ്പെടുന്ന ഒരു രേഖയായി മാറുമെന്ന ആശങ്ക ഉയരുന്നു. ഒരു രേഖ സൃഷ്ടിക്കപ്പെട്ട ഉദ്ദേശം നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയിലാകുമ്പോൾ അതിന്റെ വിശ്വാസ്യതയും പ്രസക്തിയും സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടും. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തൃശൂരിലെ അമല ജൂബിലി മിഷൻ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരത്തിൽ നിർണായക വഴിത്തിരിവ്. 103 ദിവസമായി തുടരുന്ന സമരവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റും UN പ്രതിനിധികളും തമ്മിലുള്ള പ്രശ്നപരിഹാര ചർച്ച നാളെ നടക്കും. ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന വേദനാ സംഹാരി ഗുളികകൾ ലഹരിക്കായി ദുരുപയോഗം ചെയ്ത 3 യുവാക്കൾ ഇടുക്കി നെടുങ്കണ്ടത്ത് പിടിയിൽ. കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയ്ക്കിടെയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂരപ്പന് ഭക്തന്റെ വിശേഷ വഴിപാട് 37 പവനോളം തൂക്കം വരുന്ന കല്ലുകൾ പതിച്ച സ്വർണ്ണ കിരീടമാണ് തിരുപ്പൂരിലെ വ്യവസായി രാജൻ പി നായർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണിക്കയായി സമർപ്പിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരിലെ അമല ജൂബിലി മിഷൻ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരത്തിൽ നിർണായക വഴിത്തിരിവ്. 103 ദിവസമായി തുടരുന്ന സമരവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റും UN പ്രതിനിധികളും തമ്മിലുള്ള പ്രശ്നപരിഹാര ചർച്ച നാളെ നടക്കും. ദീർഘനാളത്തെ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് മാനേജ്മെന്റ് ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. തൃശൂരിലെ അമല ജൂബിലി മിഷൻ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാര ചർച്ച നാളെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ നടക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് മാനേജ്മെന്റ് പ്രതിനിധികളും യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ UN പ്രതിനിധികളും പങ്കെടുക്കുന്ന ചർച്ച. സമരം ആരംഭിച്ച് നാളെയോടെ 103 ദിവസം പിന്നിടുമ്പോഴാണ് മാനേജ്മെന്റ് ആദ്യമായി ഔദ്യോഗിക ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. അതിനാൽ തന്നെ ഈ കൂടിക്കാഴ്ച നിർണായകമാണെന്നാണ് വിലയിരുത്തൽ. ശമ്പള വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നഴ്സുമാർ കഴിഞ്ഞ 3 മാസത്തിലേറെയായി ശക്തമായ സമരമാണ് നടത്തിയത്. തൃശൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനിടെ സംഘർഷമുണ്ടാവുകയും പോലീസ് ലാത്തിചാർജ് നടത്തുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഇതുവരെ മാനേജ്മെന്റ് ചർച്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച ജൂബിലി മിഷൻ ആശുപത്രിയിലെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ആരോഗ്യമന്ത്രി ഒരാഴ്ചയ്ക്കകം സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നത്. 800-ലധികം ബെഡുകളുള്ള ആശുപത്രികൾക്ക് ബാധകമായ നിയമപ്രകാരമുള്ള ശമ്പള വർധനവ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിമാസം 12,000 രൂപയുടെ വേതന വർധനയാണ് UN ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം മാനേജ്മെന്റ് എത്രത്തോളം അംഗീകരിക്കുമെന്നത് നാളത്തെ ചർച്ചയ്ക്ക് ശേഷമേ വ്യക്തമാകൂ. സമരം അവസാനിപ്പിക്കുന്നതിലേക്ക് ചർച്ച വഴി തുറക്കുമോ എന്നതും ഉറ്റുനോക്കപ്പെടുകയാണ്. മീഡിയ ടൈം, തൃശൂർ. ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന വേദനാ സംഹാരി ഗുളികകൾ ലഹരിക്കായി ദുരുപയോഗം ചെയ്ത 3 യുവാക്കൾ ഇടുക്കി നെടുങ്കണ്ടത്ത് പിടിയിൽ. കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയ്ക്കിടെയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഞെട്ടിക്കുന്ന രീതിയിലാണ് വേദനാ സംഹാരി ഗുളികകൾ ശരീരത്തിലേക്ക് കുത്തിവെച്ച് ലഹരി ഉപയോഗിച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നു. കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയുടെ ഭാഗമായി ഇടുക്കി നെടുങ്കണ്ടം പോലീസ് നടത്തിയ പരിശോധനയിലാണ് 3 യുവാക്കൾ പിടിയിലായത്. നെടുങ്കണ്ടം സ്വദേശികളായ ഫ്രാൻസിസ്, അൻസിൽ, ജസ്മിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ രാത്രി ഉമ്മാക്കട ഭാഗത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇവരിൽ നിന്ന് ടാബ്ലറ്റുകൾ, ഇൻസുലിൻ സിറിഞ്ചുകൾ, കഞ്ചാവ് ഉപയോഗിക്കാൻ തയ്യാറാക്കിയ ഉപകരണങ്ങൾ എന്നിവ കണ്ടെടുത്തത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ക്യാൻസർ രോഗികൾക്ക് കീമോതെറാപ്പിക്ക് ശേഷം നൽകുന്ന ടാപെൻഡഡോൾ 100 മില്ലിഗ്രാം വേദന സംഹാരി ഗുളികകൾ ലയിപ്പിച്ച് ഇൻസുലിൻ സിറിഞ്ച് ഉപയോഗിച്ച് ശരീരത്തിലേക്ക് കുത്തിവെച്ചാണ് ലഹരി ഉപയോഗിച്ചിരുന്നതെന്ന് കണ്ടെത്തിയത്. പ്രതികളുടെ കൈവശമുണ്ടായിരുന്ന സിഗരറ്റ് കുറ്റികളിൽ കഞ്ചാവും കണ്ടെത്തി. പ്ലാസ്റ്റിക് കുപ്പിയിൽ പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ ഉപകരണം ഉപയോഗിച്ച് കഞ്ചാവ് വലിച്ചിരുന്നതായും പോലീസ് അറിയിച്ചു. വേദന സംഹാരി കുത്തിവെച്ചതിനു ശേഷം കഞ്ചാവ് ഉപയോഗിച്ചാൽ ലഹരി ദീർഘസമയം നിലനിൽക്കുമെന്ന് പ്രതികൾ മൊഴി നൽകിയതായി പോലീസ് വ്യക്തമാക്കി. കട്ടപ്പനയിലെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് ടാബ്ലറ്റുകൾ വാങ്ങിയതെന്നും ദിവാകർ എന്നയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഏകദേശം 22,000 രൂപ ചെലവഴിച്ച് മരുന്ന് വാങ്ങിയതെന്നും പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ദിവാകരനെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് നെടുങ്കണ്ടം പോലീസ് അറിയിച്ചു. മീഡിയ ടൈം, കൊച്ചി.
ലഹരിക്കെതിരായ ശക്തമായ സന്ദേശവുമായി കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പരിപാടിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ ശ്രദ്ധേയമായ ലഹരി വിരുദ്ധ സന്ദേശയാത്രയും ചിത്രരചന ക്യാമ്പും സംഘടിപ്പിച്ചു. കണ്ണൂരിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളും കലാകാരന്മാരും ചേർന്ന പരിപാടിയിൽ ലഹരി വിരുദ്ധ ദിനത്തിൽ ജന്മദിനം ആഘോഷിക്കുന്ന ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷിന് വേറിട്ട പിറന്നാൾ സമ്മാനവും ഒരുക്കി. കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കൂത്തുപറമ്പ് വരയിടം കുട്ടികളുടെ മൺവര ക്യാമ്പിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സന്ദേശയാത്ര കൊടുങ്ങല്ലൂർ മുസിരിസ് പാർക്കിൽ നടന്നു. കണ്ണൂരിൽ നിന്ന് വിദ്യാർത്ഥികളും കലാകാരന്മാരും രക്ഷിതാക്കളും ഉൾപ്പെടെ 70ഓളം പേരാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ കൊടുങ്ങല്ലൂരിലെത്തിയത്. ലഹരിക്കെതിരായ ബോധവൽക്കരണ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു യാത്രയും അനുബന്ധ പരിപാടികളും. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPS, കൊടുങ്ങല്ലൂർ DYSP പ്രമോദ് P, കോസ്റ്റൽ ഇൻസ്പെക്ടർ രമേശ്, കൊടുങ്ങല്ലൂർ SI സൗമ്യ EU, SPC കേഡറ്റുകൾ, ജനമൈത്രി പോലീസ് പ്രവർത്തകർ, വാർഡ് കൗൺസിലർ VM ജോണി, സാംസ്കാരിക പ്രവർത്തകർ, വിവിധ സംഘടനാ പ്രതിനിധികൾ, നാട്ടുകാർ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ലഹരിവിരുദ്ധ ദിനത്തിൽ തന്നെ ജന്മദിനം ആഘോഷിക്കുന്ന ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷിന് വ്യത്യസ്തമായ പിറന്നാൾ സമ്മാനവും ഒരുക്കി. വരയിടം അധ്യാപകൻ ഷൈജു K മാലൂർ നേതൃത്വം നൽകിയ സംഘമാണ് സുരേഷിന്റെ 24 അടി നീളവും 16 അടി വീതിയുമുള്ള ഭീമൻ ഛായാചിത്രം തയ്യാറാക്കി ആംഫി തിയേറ്ററിന് മുന്നിൽ പ്രദർശിപ്പിച്ചത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ലഹരിയെ ചെറുക്കാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ജില്ലാ പോലീസ്, തൃശൂർ റൂറൽ പോലീസും കൂത്തുപറമ്പ് വരയിടം പുതിയ കലാരൂപമായിട്ടുള്ള മണ്ണിൽ ചിത്രം വരയ്ക്കുന്ന ഒരു സൃഷ്ടിയാണ്. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. കർഷകർക്ക് ഗുണമേന്മയുള്ള തൈകളും കാർഷികോൽപ്പന്നങ്ങളും ലഭ്യമാക്കുന്നതിനായി മാള ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാള ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്ത കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. സൂര്യനേരി നക്ഷത്രക്കൂട്ടത്തിനൊപ്പമാണ് കാണപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാറ്റുവേലയുടെ പേരിട്ടിരിക്കുന്നത്. അശ്വതി നക്ഷത്രക്കൂട്ടത്തിന് നേരെ കാണപ്പെടുന്ന കാലം അശ്വതി ഞാറ്റുവേലയും ഭരണി നക്ഷത്രക്കൂട്ടത്തിന് നേരെ കാണപ്പെടുന്ന കാലം ഭരണി ഞാറ്റുവേലയും, അങ്ങനെ സൂര്യൻ ഏത് നക്ഷത്രത്തിന് നേരെയാണ് എന്ന് ജ്യോതിഷപ്രകാരമുള്ള പഞ്ചാംഗത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കപ്പെട്ടിരുന്ന കാലക്രമമൊക്കെയാണ് ഞാറ്റുവേലയുടെ പ്രത്യേകത. ഈ ഞാറ്റുവേലയുടെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ കൃഷിഭവനിൽ മുഖാന്തരം വിതരണം ചെയ്യുന്നത് ഇന്നിവിടെ ജോസഫ് അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു പഞ്ചായത്തിൽ 5000-ൽ പരം പച്ചക്കറി 5000-ൽ പരം പച്ചക്കറി തൈ വിതരണം ചെയ്യുന്നു, വിത്ത് വിതരണം ചെയ്യുന്നു. അതുപോലെ തന്നെ തെങ്ങ് കയറ്റ മെഷീൻ ഇതിൻ്റെ ഭാഗമായിട്ട് തെങ്ങിൻ കയറ്റ മെഷീൻ വിതരണം ചെയ്യുന്നുണ്ട്. തെങ്ങ് കയറാനുള്ള മെഷീനുണ്ട്, തെങ്ങിൻ തൈകളും വിതരണം ചെയ്യുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് വിശിഷ്ടാതിഥിയായി. അഗ്രികൾച്ചറൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഷബ്നാസ് പടിയത്ത് പദ്ധതിയുടെ വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ബെന്നി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സാജു കൊടിയൻ, കാവ്യ രഞ്ജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അംഗം സെലിൻ ജെയിംസ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജിജി ജോയ് മാദ്രപ്പിള്ളി, TK ജിനേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു റപ്പായി, മറ്റു ജനപ്രതിനിധികൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, കർഷകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഞാറ്റുവേല ചന്തയിലൂടെ വിവിധയിനം ഫലവൃക്ഷ പച്ചക്കറി തൈകൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, കൃഷിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടികൾ എന്നിവയും ഒരുക്കി. പ്രാദേശിക കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ജൈവകൃഷി ഭക്ഷ്യസുരക്ഷയും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള വേദിയായി ഞാറ്റുവേല ചന്ത മാറി. മീഡിയ ടൈം മാള. വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആദരിച്ച് കയ്പമംഗലം നിയോജക മണ്ഡലം MLA KK വത്സരാജിന്റെ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടന്നു. SSLC, +2 ഉൾപ്പെടെയുള്ള പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും 100% വിജയം നേടിയ വിദ്യാലയങ്ങൾക്കുമാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. കയ്പമംഗലം നിയോജക മണ്ഡലം MLA KK വത്സരാജ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാരങ്ങളുടെ വിതരണവും അനുമോദന സമ്മേളനവും മതിലകം സാൻജോ ഓഡിറ്റോറിയത്തിൽ നടന്നു. KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ മുഖ്യാതിഥിയായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് മുഖ്യപ്രഭാഷണം നടത്തി.
മുൻ MLA E.T. ടൈസൺ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, PTA, PEC ഭാരവാഹികൾ, പൊതുപ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കയ്പമംഗലം മണ്ഡലത്തിലെ SSLC, +2, VHSC പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും LSS, USS, ന്യൂമാറ്റ്സ് വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം സർവീസിൽ നിന്ന് വിരമിച്ച മണ്ഡലത്തിലെ അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. മെഡൽ, മൊമെന്റോ, വൃക്ഷത്തൈ എന്നിവയാണ് വിജയികൾക്കും ആദരിക്കപ്പെട്ടവർക്കും സമ്മാനമായി നൽകിയത്. വിദ്യാഭ്യാസ മികവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശം കൂടി പകർന്നു നൽകുന്നതായിരുന്നു ചടങ്ങ്. വിവിധ സംഘടനകളുടെയും അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നിരവധി ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സർവീസ് സഹകരണ ബാങ്കുകളും വായനശാലകളും ക്ലബ്ബുകളും എന്തിനേറെ യുവജന സംഘടനകൾ ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനകളെല്ലാം പ്രാദേശികമായും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള അനുമോദന പരിപാടികളും ആദര സമ്മേളനങ്ങളും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മുന്നോട്ട് പോകാൻ വലിയ പ്രചോദനമാകുന്ന, കരുത്ത് പകരുന്ന ഒന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കൂടുതൽ ഉയർന്ന പഠന മേഖലകളിലൊക്കെ ആ വിജയം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും കൂടുതൽ മെച്ചപ്പെട്ട വിജയം കരസ്ഥമാക്കാനും അവർക്ക് ഇത്തരത്തിൽ ജനങ്ങൾ നൽകുന്ന, സമൂഹം നൽകുന്ന പിന്തുണയും ആദരവും അനുമോദനങ്ങളെല്ലാം കാരണമാകും എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാവുന്ന കാര്യമാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഗുരുവായൂരപ്പന് ഭക്തന്റെ വിശേഷ വഴിപാട്. 37 പവനോളം തൂക്കം വരുന്ന കല്ലുകൾ പതിച്ച സ്വർണ്ണ കിരീടമാണ് തിരുപ്പൂരിലെ വ്യവസായി രാജൻ P. നായർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണിക്കയായി സമർപ്പിച്ചത്. സമർപ്പിച്ച കിരീടം ചാർത്തിയാണ് ഇന്ന് ഉച്ചപൂജ നടന്നത്. ഗുരുവായൂരപ്പന് വഴിപാടായി 37 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണ കിരീടം സമർപ്പിച്ച് ഭക്തൻ. തിരുപ്പൂരിലെ വ്യവസായി രാജൻ P. നായരാണ് 299.9 ഗ്രാം തൂക്കമുള്ള കല്ലുകൾ പതിച്ച സ്വർണ്ണ കിരീടം ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണിക്കയായി സമർപ്പിച്ചത്. സോപാനപ്പടിയിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ഭരണസമിതി അംഗം C. മനോജ്, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ M. രാധ, അസിസ്റ്റന്റ് മാനേജർ M. ഹരിദാസ്, വഴിപാടുകാരനായ രാജൻ P. നായരും കുടുംബാംഗങ്ങളും ഭക്തരും പങ്കെടുത്തു. സമർപ്പിച്ച സ്വർണ്ണ കിരീടം ചാർത്തിയാണ് ഇന്ന് ഗുരുവായൂരപ്പന് ഉച്ചപൂജ നടത്തിയത്. തുടർന്ന് വഴിപാടുകാരനും കുടുംബത്തിനും കളഭം, തിരുമുടിമാല, പഴം, പഞ്ചസാര എന്നിവയടങ്ങിയ ഗുരുവായൂരപ്പന്റെ പ്രസാദം ദേവസ്വം അധികൃതർ കൈമാറി. കഴിഞ്ഞ ദിവസം ഗുരുവായൂരപ്പന് മറ്റൊരു സ്വർണ്ണ കിരീടം വഴിപാടായി ലഭിച്ചിരുന്നു. ഭക്തർ സമർപ്പിക്കുന്ന ഇത്തരം വിലമതിക്കാനാവാത്ത വഴിപാടുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭക്തിസാന്ദ്രമായ വിശ്വാസ പരമ്പരയുടെ ഭാഗമായാണ് തുടരുന്നത്. മീഡിയ ടൈം, ഗുരുവായൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിലെ അമല ജൂബിലി മിഷൻ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരത്തിൽ നിർണായക വഴിത്തിരിവ്. 103 ദിവസമായി തുടരുന്ന സമരവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റും UNA പ്രതിനിധികളും തമ്മിലുള്ള പ്രശ്നപരിഹാര ചർച്ച നാളെ നടക്കും. ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന വേദനാസംഹാരി ഗുളികകൾ ലഹരിക്കായി ദുരുപയോഗം ചെയ്ത 3 യുവാക്കൾ ഇടുക്കി നെടുങ്കണ്ടത്ത് പിടിയിൽ. കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയ്ക്കിടെയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂരപ്പന് ഭക്തന്റെ വിശേഷ വഴിപാട്. 37 പവനോളം തൂക്കം വരുന്ന കല്ലുകൾ പതിച്ച സ്വർണ്ണ കിരീടമാണ് തിരുപ്പൂരിലെ വ്യവസായി രാജൻ P. നായർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണിക്കയായി സമർപ്പിച്ചത്. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.